നമ്മൾ ചാലക്കുടിയിൽ നിന്ന് അങ്കമാലിക്കൊക്കെ വരണ വഴിക്കുണ്ടല്ലോ, ഒത്തിരി സ്ഥലത്ത് ഇതുപോലെ യൂ ടേൺ അടിക്കാൻ പറ്റിയ ചെറിയ റോഡുകൾ സൈഡിലേക്ക് നീക്കിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ആ റോട്ടിൽ നിന്നൊക്കെ ചുമപ്പതികളിലാകുമ്പോൾ അവിടെ മൂലയ്ക്ക് ആരും അറിയാത്ത മട്ടിൽ വന്ന് നിൽക്കും. എന്നിട്ട് പച്ചയാകുമ്പോണ്ടല്ലോ ഇതിങ്ങനെ ഇടയ്ക്കിടെ കയറി എടുത്തുകൊണ്ട് പോകും. ഇത് കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടതുവശം ചേർന്ന് പോയി കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയിട്ട് ഗ്യാപ്പ് കിട്ടിയില്ല. പെട്ടെന്ന് എതിർവശത്ത് വണ്ടി കയറുന്നുണ്ട്. നമ്മുടെ വണ്ടിമേക്ക് ഇങ്ങനെ ഉരയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ശരിക്കും അരു പിടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാനങ്ങോട്ട് റോട്ടിൽ നിന്ന് താഴേക്ക് ഇറക്കി ഞാൻ മാറ്റി. ഇത് കഴിഞ്ഞപ്പോഴാണ് ഈ ചേച്ചിയുടെ വണ്ടി ഓടിക്കലും ശ്രദ്ധിച്ചത്. ഈ ചേച്ചി അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ലേഡിയാണ്. തൊട്ടപ്പുറത്തൊരു ചേട്ടനിരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരിക്കലും നമ്മൾ ഇതുപോലെ വാഹനം ഓടിക്കാൻ എക്സ്പെർട്ട് ആവാണ്ട് ഇതുപോലെയുള്ള റോഡിൽ കിടന്ന് നമ്മൾ വാഹനം ഓടിക്കരുത്. ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ഈ ചേച്ചി എടുക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഒരു JCBനെ ഓവർടേക്ക് ചെയ്തോളൂ. ഇതിന് മുമ്പ് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പോയത്. ആ ചേച്ചി നമ്മുടെ സൈഡൊന്നല്ല പോണേ, ആ ചേച്ചി റൈറ്റ് പിടിച്ചാണ് പോണേ. ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യാൻ എടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ബൈക്കിനെ പോലും ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ആ ചേച്ചിക്ക് ലോറിയുടെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓവർടേക്ക് ചെയ്യണം. ഒരിക്കലും നമ്മളൊരു എക്സ്പീരിയൻസ് ആവാണ്ട് ഒരിക്കലും ഇതുപോലുള്ള ഹൈവേയിലേക്ക് അല്ലെങ്കിൽ തിരക്കുള്ള വഴിയിലേക്ക് നമ്മൾ വാഹനമായിട്ട് ഇറങ്ങരുത്. ഇത് അപകടങ്ങൾ ഒത്തിരി നമുക്ക് പെട്ടെന്ന് വരുത്തി വയ്ക്കാൻ കഴിയും. അപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഒരിക്കലും നമുക്കതിനെ പെട്ടെന്ന് നികത്താൻ പറ്റില്ല. അതുപോലെ തന്നെ ഒറ്റ ചവിട്ടി ഓട്ടൽ, നമ്മളൊരു ബ്രേക്ക് പിടിക്കുന്നതിന് മര്യാദയൊക്കെ ഉണ്ട്. റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ അതിൻ്റെ മര്യാദകളൊക്കെ നമ്മൾ നോക്കണം.